അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി 4-ാം വാല്യം 46-ാം പേജ്. ഫസ്ലുൻ, രണ്ട് ഇദ്ദ പരസ്പരം തദാഖുലാകുന്നതിൽ പറയുന്ന ഫസ്ലാണ്. ഇദാ ലസിമഹ, ഏതെങ്കിലും ഒരു സ്ത്രീക്ക് നിർബന്ധമായാൽ, ഇദ്ദത്താ ഷഖ്സിൻ, ഒരു വ്യക്തിയെ നിന്നുള്ള രണ്ട് ഇദ്ദ ലാസിമായി. മിൻ ജിൻസിൻ വാഹിദിൻ, ഒരേ ഐറ്റത്തിൽപ്പെട്ടതായിരിക്കുന്ന ഇദ്ദ ലാസിമായാൽ. എങ്ങനെയാണ് ഒരു ഷഖ്സിൽ നിന്ന് ഒരേ ജിൻസിൽപ്പെട്ട രണ്ട് ഇദ്ദ ലാസിമാകുന്നതിൻ്റെ കോലം? ബിയൻ തല്ലഖ, ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ തലാഖ് ചൊല്ലി. ഉമ്മ വത്തിയ, പിന്നെ അതേ ഭർത്താവ് തന്നെ വത്തുവും ചെയ്തു. ഫി ഇദ്ദത്തി അഖ്റായിൻ, അവൾ നേരത്തെ തലാഖ് ചൊല്ലിയ കാരണം കൊണ്ട് കുറേൻ്റെ ഇദ്ദിരിക്കുകയായിരുന്നു എന്നുള്ള പെണ്ണാണെങ്കിൽ, അത് ആവശ്യമില്ലെങ്കിൽ മാസത്തിൻ്റെ ഇദ്ദിരിക്കുക ഏതുകാരി അല്ലെങ്കിൽ. അപ്പോൾ ഈ ഇദ്ദിരിക്കുന്ന ഭാര്യനെ എങ്ങനെ അവൻ വത്ത് ചെയ്തത്? അത് ജാഹിലൻ, അവൻ അറിയാത്ത നിലക്കാണ് വത്ത് ചെയ്തത്. ഈ ഭാര്യനെ റജൂയത്തിൻ, അത് ഭാര്യനായിട്ടിരിക്കുന്ന ഭാര്യയാവട്ടെ റജീതിരിക്കുന്നതാവട്ടെ, രണ്ട് ഭാര്യ എന്നാലും അവൻ അറിയാതെ അവന് വത്ത് ചെയ്തത്. എന്തറിഞ്ഞില്ല അവന്? ബി അന്നഹ, നിശ്ചയമായിട്ടും ഞാൻ ഈ വത്ത് ചെയ്യപ്പെടുന്ന ഈ പെണ്ണ് അൽ മുത്തല്ലക്കത്തു, എൻ്റെ തലാഖില്ലപ്പെട്ട പെണ്ണാണെന്ന് അറിയാത്ത നിലക്കാണ്, മറ്റേ ഭാര്യയാണെന്നുള്ള നിലക്കാണ് മുപ്പര് ചുരുക്കത്തിൽ സംയോഗം ചെയ്തത്. ഔ ആലിമൻ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ മുപ്പര് വത്ത് ചെയ്തത്. എവിടെ അറിഞ്ഞു? ഫി റജീയത്തിൻ, റജിയായിട്ടിരിക്കുന്ന ഭാര്യനെ വത്ത് ചെയ്യുമ്പോൾ എനിക്കറിയാം. എന്തറിയാം? ബിദാലിക്ക, ഞാൻ ഈ വത്ത് ചെയ്യുന്നത് ഞാൻ ആ തലാഖില്ലായിരിക്കുന്ന ഭാര്യയാണെന്നറിയാം. ഐതൻ, അറിയാണ്ടാണ് ചെയ്തതെങ്കിൽ അവിടെ ശേഷം വരുന്ന ഹുക്കുമുണ്ടാവും. എന്ന മാതിരി അതിൻ്റെ പുറത്ത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് റജിയായിരിക്കുന്ന ഭാര്യനെ വത്ത് ചെയ്തത്. എന്നാലും ബി ഖിലാഫിൽ ബായിനി, അപ്പോൾ അറിഞ്ഞുകൊണ്ട് എന്നുള്ളത് റജിയത്തിലേ പറ്റുള്ളൂ. അവിടെ ബായിനെതിരായിട്ട് അവനക്ക് മടക്കിയെടുക്കാൻ പറ്റാത്ത ബായിനായ ഭാര്യനെ അറിഞ്ഞുകൊണ്ടാണ് വത്ത് ചെയ്തെങ്കിൽ ആടെ ഈ പറഞ്ഞ് ഇപ്പം നമ്മൾ വിവരിക്കുന്ന ഹുക്മ് അഥവാ തദാഖ എന്നുള്ള ആ ഹുക്മ് നടക്കൂല. എന്താ ബായിനിൽ അറിഞ്ഞുകൊണ്ട് പറ്റില്ല എന്നറിയാൻ കാരണം? ഫൈന്ന വത്തുൽ ആലിമി, ഞാൻ തലാഖ് ചൊല്ലിയ ഭാര്യയാണ് എന്ന് അറിഞ്ഞ ഭർത്താവ് വത്ത് ചെയ്യലാകുന്നത് ലഹ, ബായിനായിട്ടിരിക്കുന്ന ഭാര്യയെ വത്ത് ചെയ്യലാകുന്നത് വത്തൂസിനൻ, അത് വ്യഭിചാരത്തിൻ്റെ വത്തുകാണത്. ലേ ഹുർമത്തൽഹു, ആ വത്തുവിനക്ക് ഹുർമത്തില്ല, പവിത്രതല്ല. പവിത്രതല്ലാത്ത വത്ത് ചെയ്യാൻ ഇതുണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ രണ്ട് യുദ്ധ തദാഖുല എന്ന വിഷയമല്ല ചർച്ച ചെയ്യുന്നത്. അപ്പം അത് കോലപ്പെടണമെങ്കിൽ ഒന്നുകിൽ അറിയാതെ ആകണം. ഭാര്യനോ റജിയത്തോ രണ്ടിടത്തും പറ്റും. എൻ്റെ ഭാര്യ തലാഖിൽ നിന്ന് അറിയാണ്ടാവും. അറിഞ്ഞുകൊണ്ടാണ് ആ വത്ത് ചെയ്തെങ്കിൽ അത് റജിയത്തിൽ മാത്രമേ പറ്റുള്ളൂ, ഭാര്യയിൽ പറ്റില്ല എന്ന് പറയുന്നത്. അത് ചുരുക്കത്തിൽ എന്തായി? ഭാര്യനോ റജിയ ഇദ്ദിരിക്കുന്ന സ്വന്തം ഭാര്യനെ അവൾ മുത്തല്ലക്കത്താണെന്നുള്ള നിലക്ക് അറിയാതെയോ, അതെങ്കിൽ റജിയായിട്ടിരിക്കുന്ന ഭാര്യയെ മുത്തല്ലക്കത്താണെന്നുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയോ വത്ത് ചെയ്താൽ തദാഖലത്താ, ഇപ്പോൾ ഈ വത്തിനെ തുടർന്നുണ്ടായ ഇദ്ദ, നേരത്തെ തലാഖില്ല ഇദ്ദ, രണ്ടും കൂടി പരസ്പരം തദാഖുലി. ഇനിയിപ്പോൾ അത് തീർന്നിട്ട് ഇത് വേറെ തുടങ്ങണമെന്നില്ല. അപ്പോൾ ഇനെന്താക്കണം? ഓൾ തുടങ്ങണം. ഈ വത്ത് നടന്നത് മുതൽക്കാൻ തുടങ്ങിയാൽ മതി. എന്തിന്? ഇദ്ദത്തമ്പിൽ അഖ്റായി, കുറുകളെ കൊണ്ടുള്ള 3 കുറുകൾ കൊണ്ടുള്ള ഇദ്ദ തുടങ്ങണം ഹൈദുകാരിയാണെങ്കിൽ. അവിൽ അശ്വരി, ഇനി ഹൈദിൻ്റെ പ്രായം എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആയിസത്താണ്, 62 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, എങ്കിലോൾ മാസങ്ങളെ കൊണ്ടുള്ള ഇദ്ദ തുടങ്ങണം. എന്ന് മുതൽക്ക് തുടങ്ങണം? മേൽ വത്ത്, ഈ വത്ത് നടന്ന് മുതൽക്ക് തുടങ്ങണം. വയദ്ഖുലു ഫീഹ, ഇപ്പോൾ തുടങ്ങിയ ഇദ്ദുണ്ടല്ലോ, 10 മുതൽക്ക് തുടങ്ങി, ആ ഇദ്ദയിൽ അങ്ങ് കടന്നോളും. ആര് കടക്കും? ബഖിയത്തു ഇദ്ദത്തി തലാഖി, നേരത്തെ തലാഖിൻ്റെ ഇദ്ദയിൽ ഇനി ബാക്കിയുള്ളൂ. നേരത്തെ തലാഖിൻ്റെ ഇദ്ദ ഇരുന്നിട്ട് ഒരു കുറേ ആയിട്ടുള്ളൂ, ഇനിയിപ്പോൾ 2 കുറവ് ബാക്കിയുണ്ടല്ലോ, അത് ഇതിലങ്ങ് കടക്കും. ഇതിൻ്റെ 3 കുറയിൽ ആ രണ്ടും വിടും. ഇനി മാസമാണെങ്കിൽ നേരത്തെ 2 മാസം കഴിഞ്ഞിട്ട് 1 മാസം ബാക്കിയുണ്ട്, അപ്പം ഇനി 10 നടന്ന മുതൽക്ക് ഇനി 3 മാസം ഇരിക്കുമ്പോൾ അതിൽ ഇതും കിടക്കും. അപ്പോൾ നേരത്തെ ഒരേ ജിൻസിൽ പെട്ടെന്നറിയാൻ കാരണം ഇത് രണ്ടും ഇപ്പം ഫിറാഖിൻ്റെ ഇദ്ദയാണ്, അതൊരു ജിൻസാണ്. പിന്നെ വഫാത്തിൻ്റെ ഇദ്ദാണെങ്കിൽ വേറൊരു ജിൻസാണ്. അതിനെ പുറപ്പെടുവിക്കാനാണ് നേരത്തെ മിൻ ജിൻസിൻ വാഹിദ് എന്ന് പറഞ്ഞത്. അപ്പോൾ തിൽക്കൽ ബഖിയത്തു, അപ്പോൾ ആ ബക്കിയത്ത് മുമ്പത്തെ ഫിറാഖിൻ്റെ ഇദ്ദയിൽ ഒരു കുറേ കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ 1 മാസമേ കിട്ടിയുള്ളൂ, എനിക്ക് കഴിച്ച് ബാക്കി 2 ഉണ്ടല്ലോ, ആ ബക്കിയത്താകുന്നത് ബാക്കിയത്തുൻ, അത് സംഭവിക്കും അനിൽ ജിഹത്തേനി, 2 ജിഹത്തിലും.
അപ്പോൾ ഈ ആദ്യത്തെ ഫിറാക്കിൻ്റെ ഭാഗത്തുള്ള ബൈലഗുലായിട്ടും കൂട്ടത് ഇപ്പം നടന്ന വത്തിൻ്റെ ഇതായിട്ട് രണ്ടും കൂട്ടും. വലഹു ഈ ഭർത്താവിന് കണ്ടുതാനും റജിയത്തു ഭാര്യ പദവിയിലേക്ക് അവളെ മടക്കിയെടുക്കലുണ്ട്. ഫിഹ ഈ ബക്കയ്യത്തിൽ അവൻ കഴിഞ്ഞ ഫിറാക്കിൻ്റെ ഇദ്ദലിന് എത്ര സമയം ബാക്കിയുള്ളത്, ഒരു കുറേ ബാക്കിയുള്ളത്, ആ ഒരു കുറേ സമയത്ത് മാത്രമേ മടക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ മാസമാണെങ്കിൽ ആ ഒരു മാസത്തിലേ മടക്കിയെടുക്കാൻ പറ്റൂ. എവിടെ മടക്കിയെടുക്കാൻ പറ്റും? തലാഖി റജിയ തലാഖ ജലിയെന്നെങ്കിൽ ആ ബക്കയ്യത്തിൽ മാത്രം മടക്കി എടുക്കാം. ദൂരമാ പഴയ ആ ബക്കീയത്തിൻ്റെ ശേഷമുള്ളതിനെ കൂടാതെ അതിൻ്റെ ശേഷമുള്ളത് ഇനിയിപ്പോൾ ഈ വത്തിൻ്റെ ഇതിന് ഇരിക്കുന്നുണ്ടല്ലോ, അതിൽ മടക്കിയെടുക്കാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ ഫിറാക്കിൻ്റെ ഇതിൽ ഇനി ഒരു മാസമേ ബാക്കിയുള്ളൂ. ആ ഒരു മാസം കഴിയുന്നവരെ മടക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ കഴിഞ്ഞിട്ട് 2 മാസം കൊണ്ടുള്ള ഇതിരിക്കുന്നുണ്ട്, അതുപോലത്തെ വത്തിൻ്റെ ഇതാണ്, അതിൽ മടക്കിയെടുക്കാൻ പറ്റൂല. വഖാലൽ ഹരീമിയു ഹരീമി റളിയല്ലാഹു പറഞ്ഞു, ലാ തങ്കത്തിയു കട്ടാവൂല, മുറിയൂല, ഇദ്ദത്തു തലാഖി തലാഖിൻ്റെ ഇദ്ദ മുറിഞ്ഞു പോകില്ല. എന്തുകൊണ്ട് മുറിയൂല? ബിൽ വത്തി തലാഖിൻ്റെ ഭർത്താവോളെ വത്ത് ചെയ്ത് എന്നുള്ളത് കൊണ്ട് മുറിഞ്ഞു പോകില്ല. മറിച്ച് എന്താ സംഭവിക്കുക? വത്തസ്കുത്തു ആ തലാഖിൻ്റെ ഇദ്ദ ഒഴിവായി. തസ്കുത്ത് ബക്കീത്ത്, അതിൻ്റെ ബക്കീത്ത് ഒഴിവാവും. അപ്പോൾ ഒരു കുറു കഴിഞ്ഞപ്പോഴാണ് വത്ത് ചെയ്തെങ്കിൽ ഇനി ആ 2 കുറു ഇനി വേണ്ട. അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് 2 മാസം കഴിഞ്ഞപ്പോഴാണ് വത്ത് ചെയ്തെങ്കിൽ ഇനി ഒരു മാസം വേണ്ട, അത് കഴിച്ചിലായി, അതിന് ഇരിക്കേണ്ടതില്ല. ഇപ്പം നടന്ന വത്തിൻ്റെ ഇരുന്നാൽ മതി എന്നാണ് ഹരീമിമാവിൻ്റെ ന്യായം. അപ്പോൾ കിയാസ് താലിക്ക ഹരീമിമാം ഈ പറഞ്ഞതിൻ്റെ കിയാസ് അഥവാ ബക്കിയത്ത് സാക്കിത്താകും, പിന്നെ ഇദ്ദ മുറിയല്ല ചെയ്യുക, ബക്കിയത്ത് സാക്കിത്താകുകയാണ് എന്നുള്ള ഹരീമിമാവിൻ്റെ അഭിപ്രായത്തിൻ്റെ ന്യായം അല്ലാ യുറാജിയ ഈ ഭർത്താവിന് ഓളെ ഭാര്യ പദവിയിലേക്ക് മടക്കാൻ പാടില്ല എന്നാണ്, മടക്കാൻ പറ്റില്ല എന്നാണ് ഫിൽ ബക്കിയത്ത് ഈ ബാക്കിൽ. കാരണം ബാക്കിയില്ലല്ലോ, അത് സാക്കിത്തായി പോയി എന്നല്ലേ ഇവർ പറയണത്. ഇപ്പോൾ ഇരിക്കുന്നത് അത് തലാഖിൻ്റെ ഇദ്ദല്ല, അത് പിന്നെ വത്തിൻ്റെ ഇദ്ദാണെന്നാണ്. തലാഖിൻ്റെ ഇദ്ദല്ലേ മടക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലാക്കിൻ അങ്ങനെ ഹരീമിമാം പറഞ്ഞതിൻ്റെ കിയാസ് അങ്ങനെ മടക്കിയെടുക്കാൻ പറ്റൂല ബഖിയത്തിൽ നിന്നാണെങ്കിലും അൽ ഇജ്മാവു മുജ്തഹിദീങ്ങളുടെ ഏകോപനമാകുന്നത് ശ്രദ്ധ ആ ഇജ്മാവ് തടഞ്ഞിട്ടുണ്ട് അൻഹു ഈ കിയാസിനെ തൊട്ട്, അഥവാ മടക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഇജ്മാ അറിയിക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഈ ഇദ്ദ സാക്കിത്താകുകയും ചെയ്ത് പിന്നെ മടക്കിയെടുക്കാനും പറ്റുന്നു? അതിന് മറുപടി അറിയാം. വക്കത് എങ്കത്തി അസറു നിക്കായ് ഫി ഹുക്മിൻ ദൂന ഹുക്മിൻ, അതിന് പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ നിക്കായിൻ്റെ അസർ വാക്ക് മുറിഞ്ഞു പോകും. ഫി ഹുക്മിൻ ചില ഹുക്മിൽ മുറിയും, ദൂന ഹുക്മിൻ വേറെ ചില ഹുക്മിൽ മുറിയില്ല. ഇപ്പോൾ ഇവിടെ ഉള്ള മാതിരി ഇവിടെ ഇപ്പോൾ ഒരു ഹുക്മിൽ മുറിയുന്നു, ഇത് ഇദ്ദിരിക്കുക എന്നുള്ള ഹുക്മിൽ മുറിഞ്ഞു, ഇദ്ദ സാക്കിത്തായി. അതാണ് ദൂന ഹുക്മിൻ. വേറെ ഹുക്മിൽ പറഞ്ഞാൽ മടക്കിയെടുക്കുക എന്നുള്ള ഹുക്മ അതിലോട്ട് മുറിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കുക, അതിന് പ്രശ്നമൊന്നുമില്ല എന്നർത്ഥം. ഫൈൻ കാനത്ത് ഇഹ്ദാഹുമ ഹംലൻ വല്ലുഹ്റ അക്രാൻ. ഇനി 2 ഇദ്ദുണ്ടല്ലോ, ഒന്ന് തലാഖിൻ്റെ ഇദ്ദ, പിന്നെ ഒന്ന് വത്തിൻ്റെ ഇദ്ദ. അതിലേതോ ഒരു ഇദ്ദ ഹംലാണ്, മറ്റേ ഇദ്ദ അക്രാൻ കുറുകളുമാണ്, ഹൈദനുള്ള ശുദ്ധിയുമാണ്. അതെങ്ങനെ 2? പിന്നെ ഒന്ന് ഹംലും മറ്റേത് കുറുവാകുന്നതിൻ്റെ കോലം ബിയൻ തല്ലഖ ഭർത്താവ് തലാഖ് ജല്ലിഹ അവൻ്റെ ഭാര്യനെ ഹായിരൻ ഗർഭമില്ലാത്ത അവസ്ഥയിൽ തലാഖില്ലേ. അപ്പോൾ അവിടെ ഖുർആനിലുണ്ടാകുക തലാഖിൻ്റെ ഇദ്ദ. ഉമ്മവത്തിയഹ പിന്നെ ആ ഭർത്താവ് ഈ ഇദ്ദിരിക്കുന്ന ആ പെണ്ണിനെ ഭാര്യനെ വത്ത് ചെയ്തു ഫിൽ അഖറായി ഓളെ കുറവുകൊണ്ട് ഇദ്ദിരിക്കുന്നതിൻ്റെ ഇടയിൽ വഹബലഹ ആ വത്തിയിൽ അവൻ അവളെ ഗർഭിണിയാക്കി. അവിടെ ഇപ്പം എന്തായി? തലാഖിൻ്റെ ഇദ്ദ ഖുർആന്, വത്തിൻ്റെ ഇദ്ദ ഹംലുവായി ഒരു കോലം. ഇനി വേറൊരു കോലം എങ്ങനെ? അത് തല്ലഖ ഹാമില എങ്കിൽ ഓന് ഓളെ തലാഖ് ചെല്ലുമ്പോൾ തന്നെ ഗർഭിണിയാണ്. അപ്പോൾ അവിടെ തലാഖിൻ്റെ ഇദ്ദ ഹംലാകല്ലോ. ഉമ്മവത്തി അങ്ങനെ ഗർഭിണിയായിരിക്കുന്ന തലാഖ് കൊല്ലപ്പെട്ട ഭാര്യനോ വത്ത് ചെയ്തു കബിൽ വതിയോള ഹംലിനെ പ്രസവിക്കുന്നതിന് മുമ്പ്. വഹിയ അത്തരത്തിൽ ഈ ഗർഭിണിയായ ഈ ഭാര്യ തറദ്ദമ മായൽ ഹംലി ഹംലിൻ്റെ കൂടെ രക്തത്തിനെ കാണുന്നുണ്ട്. ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഗർഭമുള്ളപ്പോൾ രക്തം കാണാമെന്നും അങ്ങനെ കണ്ടാൽ ആ രക്തം അതിൻ്റെ അക്കല്യൂമിനേക്കാൾ കുറയുന്നുമില്ല, അക്സൽ 15 ദിവസത്തിനേക്കാൾ കൂടുന്നില്ലെങ്കിൽ ഹൈലാവുന്നൊക്കെയാണ് മസല. അപ്പോൾ അങ്ങനെ ആ നിലക്കുകൾ കാണുന്നുണ്ട്. വക്കുല്ല നമ്മൾ പറയുകയും ചെയ്ത് കാപ്പി റാജി വിലപ്പെട്ട അഭിപ്രായ പ്രകാരം എന്ത് പറഞ്ഞ് അന്നവും നിശ്ചയമായിട്ടും ഗർഭിണികൾ കാണുന്ന രക്തം ഹൈലാണെന്ന് പറഞ്ഞു. കൗല് പിടിച്ചു. അതുപോലെ തന്നെ വവിൽ മർജുഹി ഒരു മർജുഹായ കൗലും പിടിച്ചു. എന്താ മർജുഹായ കൗല്? ഇന്നൽ ഇദ്ദത്തലാ തൻഖലീബിൽ അക്റായി വിഷയം കുറുകളെ കൊണ്ട് ഇദ്ദ അവസാനിക്കൂല. ഇപ്പം ആ വജൂദിൽ ഹംല് പ്രത്യക്ഷപ്പെടലോടുകൂടി ഈ 2 കൗലും കൂടി പിടിച്ച് അപ്പോൾ ആടെന്തായി? ഒന്ന് ഹംലും മറ്റേത് കുറുവായല്ലോ.
എന്നാല തതുല്ല എന്താണ് ഇങ്ങനെ പിന്നെ മർജുഹ് അഥവാ ഇദ്ദ ഹംലുള്ളപ്പം കുറുകൊണ്ട് കയ്യൂല അറിയാൻ കാരണം എന്നഹ കാരണം ഈ കുറുവുകൾ ഈ ശുദ്ധികളാകുന്നില്ല തതുല്ലു അത് അറിയിക്കുന്നില്ല അൽ ബറാത്തി അവള് ഗർഭപാത്രം ഒഴിവാണെന്നതിൻ്റെ പേര് അറിയിക്കുന്നില്ലല്ലോ ഇപ്പം ഗർഭിണിയാണല്ലോ ഉള്ളതുകൊണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പം എന്തായി രണ്ട് ഇദ്ദ, ഒന്ന് തലാഖിൻ്റെ ഇദ്ദ മറ്റൊന്ന് വത്തീൻ്റെ ഇദ്ദ, അങ്ങനെ വന്ന പെണ്ണിൻ്റെ ഒരു ഇദ്ദ ഹംലും മറ്റേ ഇദ്ദ ഖുറുവുമാണെങ്കിൽ തദാഖലത്താ ആ രണ്ട് ഇദ്ദയും പരസ്പരം കടക്കും. ഐ ദഖലത്തിൽ അഖറാഉ ഫിൽ ഹംലി എന്നർത്ഥം. ഈ കുറുവുകൾ ഹംല് കടക്കും. ഹംലിനെ പ്രസവിക്കുമ്പം കുറുവിൻ്റെ തീർന്നു നടത്തും. ഫിൽ അസ്ഹി അസ്ഹ് പ്രകാരം കടക്കും. എന്തേ കടക്കും എന്നറിയാൻ കാരണം ഇത്തിഹാദി സാഹിബിഹിമാ രണ്ട് ഇദ്ദൻ്റെയും സാഹിബ് ഒന്നാണല്ലോ, ഒരേ ഭർത്താവിനല്ല രണ്ടിൻ്റെയും ഇതിൻ്റെ ആൾക്കാർ. ഇപ്പോൾ പ്രകാരം ഫതങ്കലിയാനി ഈ രണ്ട് ഇദ്ദയും അഥവാ തലാഖിൻ്റെ ഇദ്ദയും വസീൻ്റെ ഇദ്ദയും രണ്ടും തീരും. ഹംലിനെ പ്രസവിക്കലോടുകൂടി തീരും. ഹുവ അപ്പോൾ ഈ ഹംലിനെ പ്രസവിക്കാനുള്ള വാക്യുന്നത് സംഭവിക്കുമ്പോൾ ജിഹത്തിന് രണ്ട് ജിഹത്ത് കൂടി, ഒന്ന് തലാഖിൻ്റെ ഭാഗത്ത് കൂടിയും അതുപോലെ വസീൻ്റെ ഭാഗത്ത് രണ്ടും സംഭവിക്കുകയും ചെയ്യും. യുറാജു ഭർത്താവിനക്ക് മടക്കിയെടുക്കുകയും ചെയ്യാം. ഖബ്ലഹു അതിൻ്റെ മുമ്പ് പറഞ്ഞാൽ പിന്നെ ഈ പ്രസവിക്കുന്നതിന് മുമ്പ് മടക്കിയെടുക്കാം. ഫിത്തലാഖ് റജിയ തലാഖ് ചെല്ലിയെങ്കിൽ മടക്കിയെടുക്കാം. സവാവും കാനൽ ഹംലു മിനൽ വത്തി അവിടെ ഹംല് വത്തിനെ തൊട്ടുള്ള ഹംലാവട്ടെ, ഹംല അതല്ല നേരത്തെ തന്നെ തലാഖിലും തന്നെയുള്ളതായിരിക്കുന്ന ഹംലാവട്ടെ, രണ്ടായിരുന്നാലും അവനക്ക് പ്രസവിക്കുന്നതിന് മുമ്പായിട്ട് മടക്കിയെടുക്കുകയും ചെയ്യാം. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുതഅല്ലിമീനൽ ഫായിസീനൽ ഉഖ്റവിയ്യൻ സുബ്ഹാനക അല്ലാഹുമ്മ وبحمدك استغفرك واتوب اليك سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك